അഹശ്വേരോഷ് മഹാരാജാവിൻ്റെ ഭരണകാലത്തിൽ തൻ്റെ കൊട്ടാരത്തിനകത്ത് വാതിൽ കാവൽക്കാരായിരുന്ന രണ്ട് വ്യക്തികൾ രാജാവിനെ കയ്യേറ്റം ചെയ്യാനുമായി പദ്ധതിയിട്ടു. ഈ വിവരം വാതിൽ കാവൽക്കാരനായിരുന്ന മോർദെഖായി അറിഞ്ഞ് എസ്തേർ മുഖാന്തരം രാജാവിനെ വിവരം ധരിപ്പിച്ചു. രാജാവ് വസ്തുത അന്വേഷിച്ചപ്പോൾ കാര്യം സത്യമെന്ന് കണ്ട് രാജാവിനെതിരായി നിന്ന കാവൽക്കാരെ തൂക്കിലേറ്റി അവരെ കൊല്ലുവാനിടയിൽ തീർന്നു. എന്നാൽ ഈ സമയം രാജാവിനെ രക്ഷിച്ചതായ, ഈ വിവരം അറിയിച്ചതായ മോർദെഖായിക്ക് രാജാവ് ഒരു ഉപകാരവും സമ്മാനിച്ചില്ല. വസ്തുത ദിനവൃത്താന്ത പുസ്തകത്തിൽ മോർദെഖായിയുടെ പേരിൽ എഴുതി ചേർക്കുക മാത്രമാണ് ചെയ്തത്. ഇവിടെ സംഭവിച്ചത് മോർദെഖായിയുടെ ശത്രുവിന് രാജാവ് ഉദ്യോഗ കയറ്റവും സ്ഥാനമാനങ്ങൾ കൽപ്പിക്കുവാനിടയിൽ തീർന്നു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ മോർദെഖായിയുടെ ശത്രുവായ ഹാമാൻ കൊട്ടാരത്തിൽ വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവനെ കുമ്പിടാതെ മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ ഹാമാന് മോർദെഖായിയോട് വളരെ വിരോധം തോന്നി. എങ്ങനെയെങ്കിലും മോർദെഖായിയെ വകവരുത്തുവാനായി താൻ പദ്ധതിയിട്ടു. ഒരു ദിവസം ഒരു കഴുകുമരം ഉണ്ടാക്കി രാജാവിൽ നിന്നും അതിനുള്ള അനുമതി പത്രം വാങ്ങേണ്ടതിനായി അദ്ദേഹം കൊട്ടാരത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അന്ന് തലേ രാത്രിയിൽ തന്നെ രാജാവ് കിടന്നപ്പോൾ ഉറക്കം വന്നില്ല. രാജാവ് ദിനവൃത്താന്ത പുസ്തകം വായിക്കുവാനായി കൽപ്പിച്ചു. അങ്ങനെ അത് വായിച്ചു കേൾക്കുമ്പോൾ മോർദെഖായി ഇങ്ങനെ ചെയ്ത ഉപകാരത്തെക്കുറിച്ച് വായിച്ചു. ഉടനെ രാജാവ് ചോദിച്ചു, മോർദെഖായിക്ക് എന്തെങ്കിലും ഉപകാരം കൊടുത്തതായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നും കൊടുത്തതായിട്ട് കണ്ടില്ല. അങ്ങനെ രാജാവ് നേരം പുലർന്നപ്പോൾ മോർദെഖായിക്ക് ഉപകാരങ്ങൾ സമ്മാനിക്കേണ്ടതിനായി മനസ്സിൽ നിശ്ചയിച്ചിരിക്കുമ്പോഴാണ് ഹാമാൻ മോർദെഖായിയെ കൊല്ലേണ്ടതിന് അപേക്ഷ എഴുതി കൊട്ടാരത്തിൻ്റെ വാതിൽക്ക് നിൽക്കുന്നത്. രാജാവ് അടുത്ത് ഹാമാനെ വിളിച്ചിട്ട് ചോദിച്ചു, രാജാവ് ബഹുമാനിപ്പാനിരിക്കുന്ന വ്യക്തിക്ക് എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്യണമെന്ന് ഹാമാനോട് ചോദിച്ചു. ഹാമാൻ മനസ്സിൽ ധരിച്ചു, ഹാമാനെ അല്ലാതെ മറ്റേ ആരെയാണ് രാജാവ് ഇത്രയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്? തന്നെ ആയിരിക്കുമെന്ന് കരുതിയിട്ട് അദ്ദേഹം പറഞ്ഞു, രാജാവ് സഞ്ചരിക്കുന്ന കുതിരപ്പുറത്ത് അവനെ കയറ്റണം, രാജാവ് ധരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം അവനെ അണിയിപ്പിക്കണം, രാജാവ് ശിരസിൽ ചൂടുന്ന കിരീടം അവനെ ചൂടിപ്പിച്ച് രാജവീതികളിൽ കൊണ്ടു നടന്ന് രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിളിച്ചു പറയണം എന്ന് പറഞ്ഞു. ഉടനെ ഹാമാനോടുകൂടെ രാജാവ് പറഞ്ഞു, നീ പറഞ്ഞത് ഒന്നും കുറയ്ക്കരുത്. നമ്മുടെ ഗേറ്റ് വാച്ചറായി മുന്നിലിരിക്കുന്ന മോർദെഖായിക്ക് ഇതെല്ലാം ചെയ്യാനായി പറഞ്ഞു. എൻ്റെ പ്രിയരെ, ഇവിടെ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന മോർദെഖായിക്ക് എതിരായി കഴുകുമരം ഒരുക്കി അവനെ തകർത്ത് കളയുവാനായി ഒരുങ്ങി നിന്ന ഹാമാൻ്റെ മുന്നിൽ ഇവിടെ മോർദെഖായി രഥത്തിൽ കയറി രാജവീതിയിലൂടെ ശത്രുവിനെ വിട്ട് വിളിച്ചു പറയിപ്പിക്കത്തക്കത നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയിൽ തീർന്നു. നീ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, താങ്കൾ ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ് എങ്കിൽ, വിശ്വസ്തയോടാണ് ജീവിക്കുന്നതെങ്കിൽ നിശ്ചയമായും താങ്കളെ തകർക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തികൾക്കും കഴിയുകയില്ല. സർവശക്തനായ ദൈവം എല്ലാ യാഥാർത്ഥ്യതകൾ അറിയുന്ന ദൈവമാണ്. തക്ക സമയത്ത് പ്രാർത്ഥനയുടെ ഫലം ലഭിച്ചില്ല എങ്കിലും ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്തിൽ ദൈവം വഴി തുറക്കും. ലോകത്തിൻ്റെ നടുവിൽ ഒരു അത്ഭുത വിഷയമാക്കി താങ്കളെയും തൻ്റെ കുടുംബത്തെ ഉയർത്തും. ആ ദൈവത്തിൻ്റെ വലിയ പദ്ധതി താങ്കളുടെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലഘു സന്ദേശം ഞാനിവിടെ നിർത്തുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.